ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു സ്മാർട്ട് ഫോണാണ്. ഐഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞാനൊരു സെക്കൻഡറി ഡിവൈസായിട്ട് വാങ്ങിച്ചാണ്. സെക്കൻഡറി എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി ഒരു OnePlus യൂസറാണ്. അപ്പോൾ നമ്മൾ ഇത്ര കാലമായിട്ട് ഫുൾ ആൻഡ്രോയിഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡറി ഡിവൈസ് എനിക്ക് വേണ്ടിയിട്ട് വന്നത് ഒരു ഒഫീഷ്യൽ പർപ്പസിന് നമുക്കൊരു മൊബൈൽ ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് നമ്മുടെ ഗൂഗിൾ പിക്സൽ തന്നെയാണ് 7. അപ്പോൾ നമ്മൾ ഇത്ര കാലം ആൻഡ്രോയിഡ് ഉപയോഗിച്ചാൽ നമുക്കൊരു ചേഞ്ചൊക്കെ വേണ്ട. നമ്മൾ പോരാത്തതിന് എല്ലാത്തിലും ഒരേപോലെ സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ എന്താ പറയുക, ഐഫോൺ അല്ലെങ്കിൽ iOS നമുക്ക് കുറച്ച് പ്രൈവസി ഒരു പടി വേണമെങ്കിൽ മുന്നിൽ എന്ന് പറയാം. പക്ഷേ പ്രൈവസിയുടെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി അവർക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേയൊക്കെ അവരെ കുറച്ച് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പ്രൈവസി എന്നൊക്കെ പറഞ്ഞവർ മാർക്കറ്റ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ എന്താ പറയുക, ക്യാമറ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഐഫോണിൻ്റെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഐഫോണിലേക്ക് പോയത്. പിന്നെ നമ്മളിത് അത്ര കാലമായിട്ട് നമ്മൾ iOS യൂസർ അല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് വലിയ പിടുത്തമുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി വലിയ മാറ്റങ്ങളൊന്നും ഇവരുടെ ഒരേ മോഡലിലും വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഇത് iPhone 13 ആണ്. അപ്പോൾ ഞാൻ 14 എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 തീരെ വാല്യൂ ഫോർ മണി അല്ല. ശരിക്കും ആക്ച്വലി ഇതിനായിട്ട് ഒരു 9,000 സംതിങ് കൂടുതലുള്ളൂ. ഇതിന് 68 സംതിങ് ആണ്, മറ്റേന് ഒരു 78 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ ആ 10 രൂപ കൊടുക്കുന്നത് പോലും അതിൽ വാല്യൂ അല്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ സംഭവം സെയിം ആണ്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിലൊരു GPUവിൽ നമുക്ക് അതിലൊരു കൂടുതൽ കോർ വന്നിട്ടുണ്ട്. അതിൽ 5 കോറാണ്, അതിൽ 4 കോറാണ്. അപ്പോൾ അത് ഒരു നെഗ്ലിജിബിൾ ഡിഫറൻസ് ആണ്. നമുക്ക് എന്താ പറയുക, ഗീക്ക് ബെഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ പോലും അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. അപ്പോൾ സ്ക്രീനും സെയിം ആണ്, സ്ക്രീൻ സൈസും സെയിം ആണ്. അതും 60 Hz തന്നെയാണ്, ഇതും 60 Hz തന്നെയാണ്. പ്രൊസസ്സർ സെയിം ആണ്, ക്യാമറയുടെ സെൻസേഴ്സ് സെയിം ആണ്. ജസ്റ്റ് കുറച്ച് ചെറുതായിട്ട് സൈസ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ചെറിയ എന്തോ ടീക്കാജിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒരു വെറുതെ മാർക്കറ്റിംഗ് പോലെ ചെയ്തിരിക്കുന്നതാണ്. കളർ ചേഞ്ച് മാത്രം വന്നിട്ടുണ്ട്, ലുക്കും ചേഞ്ച് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനും ജസ്റ്റ് വെറുതെ 10 കൊടുത്ത് അത് വാങ്ങിക്കുന്ന ഒരു ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ 2022 ഇതുവരെ നമ്മൾ ഈ പുതിയ അവരുടെ 15 ഇറങ്ങാട്ടും വരെ നിങ്ങളൊരു ലേറ്റസ്റ്റ് ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 13 മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ iPhone 14 തീരെ വാല്യൂ ഫോർ മണി അല്ല. തീരെ വാല്യൂ ഫോർ മണി അല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തീരെ വാല്യൂ ഫോർ മണി അല്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 13 വാങ്ങിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇത് ആക്ച്വലി ആമസോൺ വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. നമ്മൾ ആക്ച്വലി ഗ്രീൻ കളറാണ് വാങ്ങിച്ചത്, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ബോക്സ് ഒരു കുട്ടി ബോക്സാണ്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇവർ പറയുന്നത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോൾ കേബിൾ മാത്രമുണ്ട്, ചാർജറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ചാർജർ വേറെ വാങ്ങിക്കേണ്ട വന്നു. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ വാങ്ങിച്ചു തന്നെയാണ്. 20 വാട്ടിൻ്റെ Type-C ചാർജർ. എൻ്റെ മുഖം കണ്ടത് ഫോക്കസ് ചെയ്യില്ല, അതിനൊക്കെ സോണി ക്യാമറ തന്നെ വേണം. അപ്പോൾ നമ്മളിത് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട വന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ, ഇത് കൂടെ വേറെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതാണ് അവരുടെ ഉദ്ദേശം. അല്ലാണ്ട് ഇപ്പോൾ ഇത് കുറയ്ക്കാനൊന്നുമല്ല. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പോരാത്തതിന് ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന റാപ്പിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ പ്ലാസ്റ്റിക് ഇവർ കുറച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് റാപ്പിംഗ് കുറച്ചുകൊണ്ട് തന്നെ ഇത്ര അധികം ഐഫോൺ സെയിൽ ആയതുകൊണ്ട് ഇത് കുറേ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് സേവ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ ഇത് തരാത്തത് വൻ ബോറാണ്. എന്നെങ്കിൽ അതിൻ്റെ റേറ്റ് എങ്കിലും കുറയ്ക്കണം ഫോണുമേ. അതുമില്ല, ഇത് കൂട്ടി വരികയാണ്. പോരാത്തതിന് ഇതിന് അത്യാവശ്യം നല്ല പൈസയും ഉണ്ട്. ഇപ്പോൾ പോരാത്തതിന് ഒരു തേർഡ് പാർട്ടി ഒന്നും എന്താ പറയുക, തേർഡ് പാർട്ടി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഒരു വാറണ്ടി പോലും തരില്ല. അപ്പോൾ അതൊക്കെ ഒരു മേജർ ഡ്രോബാക്ക് തന്നെയാണ് ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൈസ് അത്രയ്ക്ക് റീസണബിൾ ആക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം യൂസറാണ് ഐഫോണിൻ്റെ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ കുറേ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്ന് വാട്സപ്പ് ഡീറ്റെയിൽസ് ഒക്കെ, അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. അതിന് ആക്ച്വലി ഒരു ആപ്പ് ഉണ്ട്, ആപ്പിളിന് തന്നെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആൻഡ്രോയിഡ് ഉപയോഗിച്ചവർക്ക് ഐഫോൺ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എവിടെ വേണമെങ്കിൽ കുത്താൻ, എന്ത് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ USB കുത്തുന്ന പോലെ കുത്തിയിട്ട് ഷെയർ ചെയ്യാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഐഫോണിൽ അതൊന്നും പറ്റില്ല. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആപ്പിൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഫുൾ കമ്മ്യൂണിറ്റി ഡിവൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ മാക്ബുക്ക് ഉണ്ടെങ്കിൽ ഒക്കെ അതിന് സുഖമാണ്. അപ്പോൾ ഇതെൻ്റെ എല്ലാം വിൻഡോസൊക്കെയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് ആവശ്യമാണ്. വാട്സപ്പിൻ്റെ ചാറ്റ് ഹിസ്റ്ററിയും വാട്സപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സോൾവ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ വെച്ചാൽ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്കിത് ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റപ്പിലാണ് നമുക്കിത് എന്താ പറയുക ഈ ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒന്നും കൂടി ഇത് ഫുൾ ഡാറ്റ ഇറേസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ഇത് 128 GB ആണ്.
റാം എനിക്ക് തോന്നുന്നതിൽ 4GB റാം വരുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ അതാണ് പിന്നെ അടുത്ത ഡിഫറൻസ്. iPhone 14 വരുമ്പോൾ അത് 6GB റാം ആവും. പക്ഷേ iOS ആക്ച്വലി റാം വലിയ ബെനിഫിഷ്യൽ എന്നാണ് നിങ്ങൾക്ക് ലിനക്സ് ബേസ്ഡാണ് iOS. ലിനക്സ് ബേസ്ഡ് തന്നെയല്ലേ, ലിനക്സ് ബേസ്ഡാണ് വേറെ iOS ഡിവൈസ് OS വരുന്നത്. അപ്പോൾ അതിന് പെർഫോമൻസ് കിട്ടാൻ ആക്ച്വലി നല്ല ഭയങ്കര ഇപ്പോൾ എന്താ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ്രോയിഡിൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ 12GB ഫോൺ വേണ്ടി വരും. ഇപ്പം എൻ്റെ നമ്മുടെ OnePlus എന്ന് പറയുന്നത് 8GB റാമാണ്. ഇതിലിടയ്ക്കൊക്കെ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ OS ഫുള്ള് കളർ OS ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുള്ളൂ. അതിനുശേഷം ചെറിയ ജട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാമറ ആപ്പ് തുറന്നിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അതിലൊരു ജട്ടർ വരും. ഫസ്റ്റ് തന്നെ ജട്ടർ വരും ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട് OnePlusന് ഇപ്പോൾ. പിന്നെ പോരാത്തതിന് OnePlusൻ്റെ ആ ഒപ്പ് കൊടുത്തതിന് ശേഷം കുറച്ച് മങ്ങലാണ്. പെർഫോമൻസ് നോക്കിയാലും ക്യാമറ പെർഫോമൻസ് നോക്കിയാലും ഇവർ ആ കളർ OS ഇൻ്റഗ്രേഷൻ വന്നതിന് ശേഷം കുറച്ച് നല്ല ഇടിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സിങ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിലിപ്പോൾ സംഭവമൊന്നുമില്ല, ജസ്റ്റ് PDF കണ്ടു. അപ്പോൾ അതിന് വീഡിയോയ്ക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ ചാനൽ Amazon തുടങ്ങിയത് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അൺബോക്സിങ് ചെയ്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ എന്താ പറയുക ഗ്രീൻ കളറാണ്. ഇപ്പം സൈഡിലായിട്ട് ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്, ഇവിടെ ഐഫോണിൻ്റെ ലോഗോ ഉണ്ട്, ഇവിടെ നമുക്ക് ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്, ഇവിടെ നമുക്ക് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ iPhone 13 ഡിസൈൻഡ് ഇൻ ആപ്പ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ഒക്കെ ഇരുന്ന് ഇവിടെ നമ്മുടെ IMEI ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൈ കൊണ്ട് മറച്ച് വെച്ചാണ് കേട്ടോ. ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാൻ നോക്കട്ടെ. ഞാൻ ഇതിൽ 128GB ആണ്. നമുക്ക് സാർ വാല്യൊക്കെ വരുന്നത് ലെസ് ദാൻ 1.6 ആണ് നമുക്ക് സാർ വാല്യൂം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽസൊക്കെ വരുന്നത് ഇവിടെയാണ്. ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ പെറ്റി ഭയങ്കര ചെറുതാണല്ലോ. അപ്പോൾ ഇതിൽ കൊടുത്തൊക്കെ എന്ത് മാനുഫാക്ചേർഡ് ബൈ ആപ്പിൾ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊണ്ടിട്ടാ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊണ്ട് ഇത് മാനുഫാക്ചേർഡ് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. കർണാടകയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്കിതിൽ MRP കൊടുത്തേക്കുന്നത് 69,999 അതായത് ഓൾമോസ്റ്റ് 70,000. ഇമെയിൽ അവരെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് india/support@apple.com അവരുടെ വെബ്സൈറ്റ്. അതുപോലെ ടെലിഫോൺ ഡീറ്റെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക കൊള്ളാം. ഇനി അടുത്തത് ഇതിൽ പ്ലാസ്റ്റിക് കളഞ്ഞത് നല്ലൊരു പരിപാടി തന്നെയാണ്. പക്ഷേ ഈ വേസ്റ്റ് കുറഞ്ഞത് ബോറായിപ്പോയി. അപ്പോൾ നമുക്ക് അതാ നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഓപ്പണിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ബമ്പ് കാണാണ്ടിരിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ മുതൽ കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ ആക്ച്വലി ഇതിൽ കൊടുത്തതിന് ഗ്രീൻ കളർ അല്ല കണ്ടോ. ഇതിൽ 2 ഷെയ്ഡായിട്ട് കൊടുത്തതിന് ഇവിടെ കുറച്ച് ലൈറ്റും ഇവിടെ കുറച്ച് ഡാർക്കാണ്. ഇതിൽ ശരിക്കും ഡാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ല ഡാർക്കാക്കണ്ട, നല്ല ഡാർക്കാണ്. അപ്പോൾ ഇവിടെയും പേപ്പറാണ്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. ഇതൊക്കെ പേപ്പറാണ്. നമുക്കിതിൻ്റെ ഞാനത് പ്രത്യേകിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടതായിരിക്കും. നമുക്ക് നോർമൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ലൈറ്റ്നിങ് പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാറുള്ള ഇത് ലൈറ്റ്നിങ് പോർട്ടാണ്. അതെല്ലാം ടൈപ്പ് സി ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക അതില്ല വെയിറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. അതാണ് എനിക്ക് എടുത്തപ്പം തന്നെ ആയി തോന്നിയത്. പിന്നെ അവരുടെ കേബിള് ആകെ തരുന്നത് കേബിളാണ്. പക്ഷേ ക്വാളിറ്റി നോക്കട്ടെ. ഇത് Type-C to ലൈറ്റ്നിങ് കേബിളാണ്. പുതിയ ഇതിലൊക്കെ അപ്പോൾ അങ്ങനെയാണ്. പണ്ട് നമുക്കൊരു USB-A to ലൈറ്റ്നിങ് കേബിളായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാർജർ വാങ്ങിക്കണം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി USB-C 20 watt പവർ അഡാപ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം ആമസോണിൽ വാങ്ങിച്ചാണ്. അപ്പോൾ ആമസോണിൽ വാങ്ങിയ ഒറിജിനൽ തന്നെ കിട്ടുന്നത് നമുക്ക് നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് അവരുടെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട്സും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ആമസോണിൽ 1699 രൂപ കിട്ടി. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പോകുകയാണെങ്കിൽ നമുക്ക് 1900 കൊടുക്കണം. അപ്പോൾ 200 രൂപ അവിടെ തന്നെ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇതാണ് കേബിൾ വരുന്നത്. കേബിളിൻ്റെ ക്വാളിറ്റി ഒരു ആവറേജ് ഞാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കേബിൾ നോർമൽ കേബിൾ ഇവിടെ പൊട്ടി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ OnePlusൻ്റെ കേബിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ ഇടാം. നമ്മുടെ സ്ട്രോസിന് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് എത്തുന്നില്ല. ഇതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരണേ. മാറ്റാം. അപ്പോൾ കേബിളുണ്ട്. പിന്നെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നിട്ട് അവരൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സിം ഇജക്ടർ ടൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇതൊക്കെ അവർ കുറച്ച് ഇതിൽ ആദ്യം കുറേ സ്റ്റിക്കർ തരാറുള്ളതാണ്. പിന്നെ അവരൊരു ചെറിയ കുട്ടി പേപ്പർ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കഴിഞ്ഞു, കച്ചവടം കഴിഞ്ഞു. പേപ്പർ അടക്കില്ല, ഒരു പേപ്പർ അടക്കം ലാഭിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റിയേക്കാം. എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് ആവശ്യം വരും.
ഇനി നമുക്കെന്തായാലും ഇതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മുടെ ഫോണിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ അത് നമുക്ക് ആദ്യം തുറക്കാം. കൊള്ളാം. ഇതൊക്കെ പ്ലാസ്റ്റിക് മാറ്റിയത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചാർജറൊക്കെ EVS എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് മാറ്റുകയെന്ന് പറഞ്ഞാൽ അതാണ് ഇവർ മാറ്റി കഴിഞ്ഞാൽ എല്ലാ കമ്പനിയും ഇത് മാറ്റി തുടങ്ങും. അതാണ് കുഴപ്പം. iPhone 15 അവർ ആക്ച്വലി ഈ നമ്മുടെ മ്യൂട്ടാക്കുന്ന സംഭവമില്ലേ അത് മാറ്റുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ OnePlus അത് നിർത്തിയില്ലേ, അതേപോലെ ഇത് ഗ്രീൻ കളർ വലിയ കുഴപ്പമില്ല. പക്ഷേ ഡാർക്കാണ്, നിങ്ങൾ കാണുന്ന പോലെ ഇത് ലൈറ്റ് അല്ല, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ബൂട്ട് ചെയ്യാം. ഫസ്റ്റ് ബൂട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മോഡലിൽ ഞാൻ കാണിച്ചത് എവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നമ്മുടെ ആപ്പിൾ ലോഗോ വന്നിട്ടുണ്ട്. ഗ്ലെയർ അടിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ചെറുതായിട്ട് മുകളിൽ നമ്മുടെ ക്യാമറയുടെ ഗ്ലെയർ അടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫസ്റ്റ് ബൂട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും വേണമെന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ഹലോ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ കൊള്ളാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഇതിൽ നമുക്ക് തമിഴൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ടാണോ. അപ്പോൾ നമുക്കൊന്നൊരു സ്വൈപ്പ് ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ്, കൺട്രി ഓൾറെഡി ഓട്ടോമാറ്റിക് ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റിംഗ് ലാംഗ്വേജ് ഇത് ശരിക്കും വെയ്റ്റ്ലെസ് ആണ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കവറും നമ്മളിതിൻ്റെ കുറേ ഒരു ആവശ്യമുള്ള നമ്മുടെ കുറേ എന്താ പറയുക ഐഫോണിൻ്റെ എല്ലാ ഐഫോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ അക്സസറീസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് കേസ് ഇതിൽ കിക്ക് സ്റ്റാർന്നായിട്ട് വന്നിട്ടുണ്ട്. സെറ്റപ്പ് മാനുവലി ബ്രിങ് യുവർ കറണ്ട് ഐഫോൺ, നമ്മുടെ ഐഫോൺ ഇല്ല. അപ്പോൾ സെറ്റപ്പ് മാനുവലി പ്രിഫേർഡ് ലാംഗ്വേജ് ഒരു കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഓക്കെ കണ്ടിന്യൂ. നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഇവർ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏഷ്യാനെറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ടാണ്. BSNL നമുക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട. നമ്മൾ എന്തായാലും ഏഷ്യാനെറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് പാസ്വേഡ് അടിച്ചു കൊടുക്കട്ടെ. നമ്മൾ ആക്ച്വലി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിം ആക്ച്വലി നമ്മുടെ മെയിൻ സിം എടുക്കുന്നത് ഇതിലാണ്. നമുക്ക് എന്തായാലും തൽക്കാലം നമ്മൾ ആക്ച്വലി ഒരു സിം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, BSNL സിമ്മ്. അത് വേണമെങ്കിൽ നമുക്കിതിലിടാം. ഞാനാണല്ലോ അല്ലേ. ഡാറ്റ പ്രൈവസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫേസ് ID ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം. ക്രിയേറ്റ് എ പാസ്കോഡ് എന്ന് പറയണ്ട. അപ്പോൾ ഞാൻ പാസ്കോഡ് എന്ന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പാസ്കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ആൻഡ് ഡാറ്റ ഇവിടെയാണ് നമ്മുടെ മൂവ് ഡാറ്റ ഫ്രം ആൻഡ്രോയിഡ്. അപ്പോൾ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചു. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ മൂവ് ഫ്രം ആൻഡ്രോയിഡ്, ഇഫ് യു ആൻഡ്രോയിഡ് ഫോൺ ഓർ ടാബ്ലറ്റ് യു ക്യാൻ ട്രാൻസ്ഫർ യുവർ ഫോട്ടോസ്, മെസ്സേജസ് ആൻഡ് മോർ ടു ദിസ് ഐഫോൺ, ഡൗൺലോഡ് മൂവ് ടു iOS. അത് ഞാൻ പറഞ്ഞ ആപ്പ് പറയുന്നത് ഇതാണ് ആപ്പ് കേട്ടോ. അതാണ്ട് മൂവ് ടു iOS. ഇത് ആപ്പിളിൻ്റെ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ എഗ്രി കൊടുക്കുകയാണ്. ഇതിൽ കണ്ടിന്യൂ കൊടുത്തു, ഇതിലും കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിൽ കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി സെൻഡ് പോട്ടെ ഫൈൻഡ് യുവർ കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഈ കോഡ് നമ്മളിൽ അടിച്ചു കൊടുക്കണം 229041. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നമുക്ക് വിൻഡോസ് സെറ്റിങ്സ് ആയിട്ട് വരുന്നുണ്ട്. സെറ്റിങ്സിൽ കയറുക, ഈ iOSലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ കണക്ട് കൊടുത്തു. കണക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് OnePlusൻ്റെ അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഏതൊക്കെ നമുക്ക് വേണം, അതായത് ഇതിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് മെസ്സേജസ്, കോണ്ടാക്ട്സ്, കലണ്ടർ, ഗൂഗിൾ അക്കൗണ്ട്, ഫോട്ടോ ലൈബ്രറി, ഇതൊക്കെ നമുക്ക് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പാണ് വേണ്ടത്. ബാക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ റിമൂവ് ചെയ്യാൻ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് വേണ്ട, കോണ്ടാക്റ്റ് വേണം, മെസ്സേജ് വേണമെന്നില്ല, നമുക്ക് വാട്സപ്പ് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഫസ്റ്റ് ചെയ്യാം. മൂവ് ചാറ്റ്സ് ടു iOS. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഗെറ്റിംഗ് ചാറ്റ് റെഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ നമ്മുടെ ട്രാൻസ്ഫറിങ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആപ്പിൾ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൾ ID ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സൈൻ ഇൻ കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് കുറേ ഡിഫറൻസ് വരുന്ന എല്ലാ ബട്ടണുകളും മോൾഡാണ്. അപ്പോൾ ഞാൻ പാസ്വേഡ് ഒന്ന് കൊടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാൻ അതൊന്ന് സൈൻ ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളത് ആപ്പിൾ ID സൈൻ അപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഗ്രി കൊടുക്കുകയാണ്. ഇറ്റ് മേ ടേക്സ് എ ഫ്യൂ മിനിറ്റ്സ് സെറ്റപ്പ് യുവർ ആപ്പിൾ ID എന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗെയിൻ വന്നിട്ടുണ്ട്, സെൻഡ് ബൈ ഇമെയിൽ. ഇതെന്തിൻ്റെ, അത് iCloud-ൻ്റെയാണ്. അപ്പോൾ നമ്മൾ എഗ്രി കൊടുത്തു. ഇറ്റ് മേ ടേക്സ് എ ഫ്യൂ മിനിറ്റ്സ്, പിന്നെ തന്നെ വരുന്നുണ്ട് സെറ്റപ്പ് യുവർ ആപ്പിൾ ID. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ ആ ആൻഡ്രോയിഡ് ടു iOS ഡാറ്റ ട്രാൻസ്ഫർ ഉള്ള കാരണം അത്യാവശ്യം നല്ല ടൈം എടുത്തു. അത് നമുക്ക് ജസ്റ്റ് കോൺടാക്ട്സും മെസ്സേജൊക്കെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിന് താഴേക്ക് എടുക്കുള്ളൂ കേട്ടോ. പക്ഷേ അതിൽ ഫോട്ടോസും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കും. എന്താ വെച്ചാൽ വൈഫൈ ത്രൂ ആണ് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ത്രൂ ആണ് കണക്ട് ആവുന്നത്. പിന്നെ വാട്സപ്പ് ചാറ്റൊക്കെ അധികം അത് ഭയങ്കര ഡാറ്റാസൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോഴും ആയിട്ടില്ല. ഐറ്റമേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു സെറ്റപ്പ് യുവർ ആപ്പിൾ ID എന്നിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നത് 70% ചാർജിലുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു iPhone വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്വൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാടാ ഭയങ്കര, നമുക്ക് ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ടേ ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ അത് സ്വൈപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൽ സിറിയും കാര്യങ്ങളൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. സെറ്റപ്പ് മൊബൈൽ സർവീസ് നമ്മളിതിൽ സിം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നോട്ടുണ്ടാവും ഞാൻ കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ OnePlus ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മുടെ ലോഞ്ചറിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുക, ആ സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ട് കേട്ടോ. ആപ്പിളും തുടങ്ങിയ പരിപാടി. ഇത് ഓൾറെഡി കൊടുക്കണമെന്നാണ്. ഫ്ലിപ്കാർട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, ICICIയുടെ ആപ്പ്, അത് എനിക്ക് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ഇത് ക്വിക്ക് നമ്മുടെ GoProൻ്റെ ആപ്പ്. ഇത് ഞാൻ ആക്ച്വലി ഷെയർ ചെയ്തതാണ്, സോറി കേട്ടോ. അത് നമ്മുടെ ഡാറ്റാസ് നമ്മുടെ ആൻഡ്രോയിഡിൽ നിന്ന് ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഞാനും വിചാരിച്ചു ഇത്ര അധികം ബ്ലോട്ട്വെയർസ് SP കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് നോക്കാം. ആപ്പിൾ വാച്ചിൻ്റെ വന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ ബ്ലോട്ട്വെയർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോട്ട്വെയർ എന്ന് അവരുടെ ആപ്സ് കുറേ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ബ്ലോട്ട്വെയർ എന്ന് പറയാൻ വേറെ സെപ്പറേറ്റ് ഒന്നും കാണാനില്ല. ആപ്പിളിൻ്റെ കുറേ സംഭവം വന്നിട്ടുണ്ട്. ആപ്പിൾ TV, ഇതൊന്നും നമുക്ക് ആക്ച്വലി ആവശ്യമില്ല. റിമൂവ് ഫ്രം ഹോം സ്ക്രീൻ, ഡിലീറ്റ് ആപ്പ്, അതൊക്കെ കുറേ അവർ ആൻഡ്രോയിഡിൽ നിന്ന് ഇപ്പോൾ കട്ടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കസ്റ്റമൈസബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ iOS പോലെ അല്ല ഇപ്പോൾ. 16 ഇത് ഏതാ വേർഷൻ നമുക്ക് നോക്കി നോക്കണം. അതിന് മുമ്പ് നമുക്ക് ചാർജിങ്ങിന് വെക്കണം. ക്യാമറ, ഫോട്ടോഗ്രാഫിക്, അപ്പോൾ ഇതിൽ എലോ വൈൽ യൂസിങ് ആപ്പ്, അതാണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ചോദിച്ചിട്ടുണ്ട് അവർ. ചൂസ് സ്റ്റൈലിന്ന് പേഴ്സണലൈസ് ദ ലുക്ക് ഓഫ് യുവർ ഫോട്ടോസ് ബൈ ബ്രിങ്ങിങ് യുവർ പ്രിഫറൻസ്, ചൂസ് സ്റ്റൈൽ. ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുകൾ കുറേ സ്റ്റൈലുകളുണ്ട്. വൈബ്രൻറ്റ്, വാം, റിച്ച് കോൺട്രാസ്റ്റ്, സ്റ്റാൻഡേർഡ്. നമുക്ക് ഏതാ സെലക്ട് ചെയ്യണ്ടേ? സ്റ്റാൻഡേർഡ്, വാം സ്റ്റൈൽ, നമുക്ക് സ്റ്റാൻഡേർഡ് തന്നെ മതി. സ്റ്റാൻഡേർഡ് കൊടുത്തു ഞാൻ. അപ്പോൾ നമ്മുടെ ക്യാമറ ഓണായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫോട്ടോ നമ്മുടെ ഇതിൻ്റെ എടുത്ത് നോക്കാം. ഫാസ്റ്റാണ്, കുഴപ്പമില്ല. നമ്മൾ ആക്ച്വലി OnePlus തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ OnePlus ഇതിൽ ബാക്കിൽ പോകാനൊക്കെ ഭയങ്കര പാടാണ്. അതാണ് കുഴപ്പം വരുന്നത്. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് നോക്കണമെന്ന്. വീഡിയോ കൊള്ളാം കേട്ടോ. വീഡിയോ ക്വാളിറ്റി എടുക്കുമ്പോൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഫോട്ടോയിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല. പക്ഷെ വീഡിയോയിൽ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ വരെ സിനിമാറ്റിക് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യാതെ ജസ്റ്റ് അൺബോക്സിങ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഫുള്ള് കാണിച്ചിട്ടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നത് വെച്ചാൽ ആർക്കും അറിയാത്തൊരു ഡിവൈസ് അല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ iPhone അക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. ബൈ.